സംസ്ഥാന പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ ശുഭയാത്രയുടെ സോഫ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാനുമായി പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയായ മോഹൻലാൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. റോഡ് അപകടങ്ങളുടെ പ്രാധാന്യവും അപകടങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളും മറ്റു ദുരന്തങ്ങളും നഷ്ടങ്ങളും കണക്കിലെടുത്ത് പ്രശ്നപരിഹാരത്തിനായാണ് കേരള പോലീസ് ശുഭയാത്ര എന്ന പദ്ധതി 2015 മുതൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പുതിയ പദ്ധതിയായ സോഫ്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു. സോഫ്റ്റ് പദ്ധതി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അപകടങ്ങളിൽപ്പെടുന്നവരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശീലനം ലഭിച്ച വോളണ്ടിയർമാർക്കുള്ള ബാഡ്ജ് വിതരണം നടൻ മോഹൻലാൽ നിർവഹിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പോലീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയായ പത്മശ്രീ മോഹൻലാൽ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഔപചാരികമായുള്ള ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഒരുപാട് ദൂരം ഇനിയും നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിനാൽ കേരള സർക്കാരിന്റെ കുടക്കീഴിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഡർഷിപ്പിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ച് ആത്മാർത്ഥമായി അർപ്പണബോധത്തോടെ പരിശ്രമിച്ചാൽ നമുക്ക് ലക്ഷ്യം വിദൂരത്തല്ല എന്ന് പ്രത്യാശിക്കാം. ഒപ്പം ഞാനുമുണ്ടാകും. ഞാനൊരു കേരളത്തിലെ നിരത്ത് റോഡിൽ ഒരു 45-50 ലക്ഷം കിലോമീറ്ററുകൾ സഞ്ചരിച്ച ഒരാളാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ എനിക്ക് അപകടത്തിൽപ്പെട്ട ആൾക്കാരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാനൊരു വലിയ അഭിമാനമായി കരുതുന്നു. ട്രാഫിക് ബുള്ളറ്റിൻ, ട്രാഫിക് പാർക്ക് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള ട്രാഫിക് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ടാഗോർ തിയേറ്ററിൽ നടന്ന സോഫ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെ മുരളീധരൻ MLA, മേയർ VK പ്രശാന്ത്, DGP ലോക്നാഥ് ബെഹ്റ, ADGP B സന്ധ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.